നേരെ നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ തിരുവൻമണ്ടൂരിൽ BJP അധികാരത്തിലേക്ക് എത്തുകയാണ്. തിരുവൻമണ്ടൂർ കഴിഞ്ഞ 5 വർഷം BJP അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ LDFും UDFും ഒരുമിച്ച് നിന്ന പഞ്ചായത്താണ്. അവിടെ ഒടുവിൽ BJPയുടെ ഭരണം വന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ ആലപ്പുഴയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സുധീഷ്, ഈ തിരുവൻമണ്ടൂരിൽ അങ്ങനെ BJPയുടെ ഭരണം യാഥാർത്ഥ്യമാകുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. മറ്റ് ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ NDAക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ? സുധീഷിലേക്ക് പോകുകയാണ്. സുധീഷ്, ഈ തിരുവൻമണ്ടൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ സഖ്യം വർക്കൗട്ടായിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നല്ലോ തിരുവൻമണ്ടൂർ. അപ്പോൾ അവിടെ ഈ തവണ BJPക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതായി അറിയാൻ കഴിയുന്നു. ഒപ്പം ആലപ്പുഴ ജില്ലയിൽ മറ്റേതൊക്കെ പഞ്ചായത്തുകളിലാണ് NDAക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത്? സുധീഷ്, ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ 6 പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ BJPയുടെ പ്രതിനിധികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അത് രമേശ് ചെന്നിത്തല ജനിച്ചു വളർന്ന ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ നീലംപേരൂർ CPMന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഇവിടെ ഒരു തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും പഞ്ചായത്ത് നിലവിൽ വന്നണക്ക് എല്ലാ തവണയും LDF ഭരിച്ചിട്ടുള്ള നീലംപേരൂർ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ ബുധനൂർ പഞ്ചായത്ത്, അവിടെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷം മാറി മറ്റൊരു മുന്നണി അധികാരത്തിൽ വരുന്നത്. അവിടെയും BJP വിജയിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് നീലംപേരൂര്, ബുധനൂര്, തിരുവൻമണ്ടൂര്, അതോടൊപ്പം തന്നെ പള്ളിപ്പുറം പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ജയിച്ചു. അതിനു പുറമെ കാർത്തിയപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും BJP അധികാരത്തിൽ വന്നു. ഇതിൽ പള്ളിപ്പുറത്തും ചെന്നിത്തലയിലും നറുക്കെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത്. ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെ ചെന്നിത്തലയിൽ 7 വോട്ട് LDFും സ്വന്തമാക്കിയപ്പോൾ 7 വോട്ടുകളാണ് BJP പ്രതിനിധിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെയായിരുന്നു പള്ളിപ്പുറത്തെ അവസ്ഥ. പള്ളിപ്പുറത്ത് സ്വതന്ത്രർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ UDFനും NDAയ്ക്കും 7 മെമ്പർമാർ വീതമാണ് ഉണ്ടായിരുന്നത്. അവിടെ നറുക്കെടുപ്പിലൂടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അങ്ങനെ 6 പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിൽ വന്നു. അത് ചെന്നിത്തലയും തിരുവൻമണ്ടൂരും ഒഴിച്ചാൽ മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ആദ്യമായാണ് BJPയുടെ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ BJPക്ക് നേടാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയാവുന്നത് ജില്ലയുടെ എല്ലാ മേഖലയിലും, ചേർത്തല മേഖലയാണ് പള്ളിപ്പുറം, കുട്ടനാട് മേഖലയിലാണ് നീലംപേരൂർ ഉള്ളത്, ചെങ്ങന്നൂർ നിയോജകമണ്ഡല പരിധിയിലാണ് 3 പഞ്ചായത്തുകൾ, ചെന്നിത്തല, തിരുവൻമണ്ടൂർ, അതോടൊപ്പം തന്നെ ബുധനൂർ പഞ്ചായത്തുകൾ. അതിനു പുറമെയാണ് ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽപ്പെട്ട കാർത്തിയപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെ 6 പഞ്ചായത്തുകളിലാണ് ഇത്തവണ BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അതൊരു വലിയ വിജയമായി തന്നെ, വലിയ മുന്നേറ്റമായി തന്നെ നമുക്ക് കണക്കാക്കാനും കഴിയും. മറ്റ് പലയിടത്തും പ്രതിപക്ഷ സ്ഥാനത്തും മറ്റും BJP ഉണ്ടെന്നതും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനനുസരിച്ച് ഇപ്പോൾ പല പഞ്ചായത്തുകളും പരിശോധിക്കുമ്പോൾ BJPയുടെ മുന്നേറ്റം അത് മറ്റു മുന്നണികളെ മടുത്തതിന്റെ പേരിൽ കൂടിയാണ് എന്നതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് അത് വലിയ രീതിയിൽ പ്രയോജനം ചെയ്തു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. തലനാരിലേക്കാണ് പല പഞ്ചായത്തുകളും BJPക്ക് നഷ്ടപ്പെട്ടത്. മാവേലിക്കര മേഖലയിലടക്കം അത്തരത്തിൽ നിസ്സാര വോട്ടുകളുടെ വ്യത്യാസത്തിൽ നിരവധി വാർഡുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ആലപ്പുഴ ജില്ലയിലെ 6 പഞ്ചായത്തുകളിൽ BJP അധികാരത്തിലെത്തിയിരിക്കുന്നു. ഗൗതം. ഓക്കെ സുധീഷ്, എന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ വലിയ മുന്നേറ്റം BJP നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തിരുവൻമണ്ടൂരും അതോടൊപ്പം തന്നെ ബുധനൂരും ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ വരുന്നത് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് BJP A+ കാറ്റഗറിയിൽപ്പെടുത്തുന്ന നിയമസഭയിലേക്ക് താമര വിരിയിക്കാൻ കഴിയും. അത് സമീപകാലത്ത് തന്നെ BJP വിജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്ന നിയമസഭാ മണ്ഡലമാണ്. അങ്ങനെയുള്ള നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തിരുവൻമണ്ടൂരിലും അതുപോലെ തന്നെ ബുധനൂരിലുമൊക്കെ BJPയുടെ ഭരണം വരികയാണ്. ചെന്നിത്തല അടങ്ങുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ BJPയുടെ ഭരണം വരുന്നു. അങ്ങനെ ആലപ്പുഴയിലൊരു വലിയ മേധാവിത്വം ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ NDAക്ക് നേടാൻ കഴിയുന്നു എന്നാണ് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്തത്.